വെറുതെ നിങ്ങൾ ചോദിച്ചില്ലേ എന്തിനാന്നത് അവള് ആരെടുത്തത് ശ്രദ്ധിക്കണ്ട നമ്മളെ. ഹലോ ഗുഡ് മോർണിംഗ്. ഇന്നാ വെച്ച് കഴിഞ്ഞാൽ കുറേ പരിപാടികളുണ്ട്. എന്താ വെച്ചാൽ സൈക്കിൾ സർവീസിന് കൊടുക്കണം, പിന്നെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് റൂം സെറ്റ് ആക്കുന്നുണ്ട്, പിന്നെ ഇവിടെ വന്നപ്പോൾ വേറൊരാളുടെ റൂം സെറ്റ് ആക്കുന്നുണ്ട്. എന്നാ വെച്ച് കഴിഞ്ഞാൽ ആകെ റൂമിൻ്റെ കളിയാണ്. ആദ്യം പോയിട്ട് വെച്ച് കഴിഞ്ഞാൽ നേരെ പോയിട്ട് സൈക്കിൾ സർവീസ് ചെയ്യണം. ഇവിടെ ഡെക്കാത്തലോ ഒരു 30 കിലോമീറ്റർ പോയി ഡെക്കാത്തലോ ഉണ്ട്. അങ്ങനെ നേരെ പോയിട്ട് സമയം ഇപ്പോൾ എത്രയായി? 7:20 അല്ല 7:20 അല്ല 7:30. ശരി, ഇനി വേഗം പൂനെക്ക് എത്താൻ നോക്കാം. പൂനെക്ക് ആകെ 24 കിലോമീറ്റർ ഉള്ളൂ. ഇന്നലെ എത്താൻ പറ്റിയില്ല. ഇന്നലെ 84 കിലോമീറ്റർ നടന്നു നടന്ന് യാത്ര ചെയ്തിട്ട്. പക്ഷേ ഞാൻ കുറേ ദൂരം ചവിട്ടി കാരണം ഇന്നലെ തീരെ ചവിട്ടാൻ പറ്റിയില്ല. അങ്ങനെ ഇനി ഒരു 25 കിലോമീറ്റർ കൂടി ഉണ്ട് ഇവിടുന്ന് നേരെ പൂനെക്ക് എത്താൻ. അപ്പം ശരി, ഇനി പൂനെ എത്തിയിട്ട് ബാക്കി കളികൾ. എന്തൊരു സാധനം നോക്കിയേ, ന്യൂ കാട്രാജ് ടണൽ 1338 മീറ്റർ ഉണ്ട് ഇത്. ഡേഞ്ചർ വലിയൊരു ഇറക്കായി കഴിഞ്ഞ സുഖമായി. ഇന്നലെ നടന്നു ഇങ്ങനത്തെ ഒരു വലിയൊരു ഇടണത്. ഓ കിടന്നാലോ. ഓ വെളിച്ചം കിട്ടി. റോഡ് ഒരു കതില്ലാട്ടാ, ഫ്ലോ ഉണ്ട് കിട്ടാത്ത റോഡാ. ചിലപ്പോൾ എന്താ പോലെ തൊപ്പി പറന്നു പോയി. തൊപ്പി വരയ്ക്കാം. ഓ ഈ സാധനം വന്നു കഴിഞ്ഞാൽ ആകെ തരടി. അയ്യോ എളുപ്പമില്ല സാധനം വന്നു കഴിഞ്ഞാൽ. ഇത് പിന്നെ കുഴപ്പമില്ല, കുറേ വന്നു കഴിഞ്ഞാൽ സീനാ. ഇന്നലത്തേക്കാളിലും കുറച്ച് ഭേദമുണ്ട് കേട്ടോ, കുറച്ച് ഉഷാറുണ്ടെന്ന്. ചെവിയിലുള്ള പ്രാണി പോയി തേങ്ങ. ഓ ഇന്നലെ ആയിരുന്നു സീന്. ഇന്നലെ ആ മറ്റേ ചേട്ടൻ കപ്പലിനുണ്ടായി വാങ്ങിച്ചെന്ന് കാണുന്നില്ല. അതിനുള്ളിൽ ഫുള്ളുറുമ്പ്. ഞാൻ ബാഗ് തുറന്നപ്പോൾ ബാഗിനുള്ളിൽ നിറച്ചുറുമ്പ്. ഭാഗ്യത്തിൽ കണ്ടതല്ല. ഇന്നലെ രാത്രി ഉറങ്ങാൻ പറ്റിയിരുന്നില്ല ഉറുമ്പ് എടുത്തിട്ട്. ഒക്കെ കൊണ്ടുപോയി വൃത്തിയാക്കി പുറത്തൊക്കെ തട്ടി നോക്കുമ്പോൾ അത് ഏതൊരു പാക്കറ്റിൽ ഉറുമ്പ് കയറിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഉച്ചയ്ക്ക് കിടന്നുറന്നല്ല വളരെ കഴിഞ്ഞിട്ടാണ് കണ്ടത്. ആ അപ്പോൾ ആ പാക്കറ്റിനുള്ളിൽ തന്നെ ഉറുമ്പുണ്ടാവും. അതാണ് കിട്ടിയ പണി. ആ ഓക്കെ. What's your name? Tejasri. You're from South India? Kerala. Oh, okay. ഓക്കെ. കപ്പലിന് മിഠായി ഉണ്ടായിരുന്നല്ലോ അതിൽ. കപ്പലിന് മിഠായി. അയ്യോ കപ്പലിനോട്ടായി പോയി. ഞാൻ നേരത്തെ ഭക്ഷണം കഴിക്കാൻ വന്നിട്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു മലയാളി കട ഉണ്ട്. അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോൾ അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇത് കാശൊന്നും വാങ്ങിച്ചില്ലേ, മലയാളിയല്ലേ എന്നെ കണ്ടഴിക്കുന്നേ. ഈ കാട്ടാളെ കണ്ടറിയാം മലയാളി എന്ന് പറഞ്ഞിട്ട് ജാതി കുറ്റില്ല. ഞാൻ അവരെ പോയിട്ടൊന്ന് കാണിച്ചു തരാം. നേരത്തെ എന്ത് ഫോണിൽ ഗോപ്രോയിൽ ചാർജ് കഴിഞ്ഞായിരുന്നു, കാണാൻ പറ്റില്ല. വെറുതെ പോയിട്ട് അവരെ കാണിച്ചു തരാം. ഞാൻ പോയിട്ട് അവരെ കട എവിടെ
എന്തായി വീണ്ടും ഇവിടെ വന്നാ? ഞാൻ വെറുതെ നടക്കാറില്ല എങ്ങോട്ടെങ്കിലും പോകണ്ട. ആ അവരെ ഇതിന്റെ വെറുതെ നിങ്ങൾ ചോദിച്ചില്ലേ എന്തിനാന്നത്? നമ്മളിങ്ങനെ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കണ്ട നമ്മളെ. ഞാൻ കുറെ നേരം അവിടെ നിന്ന് വാതിലോർക്കണ്ടാവേ. അങ്ങനെ കുറെ നേരം അവിടെ പോയിട്ട് ബാക്കിയുള്ളവരൊക്കെ വിളിച്ചിട്ടാണ് ഏറ്റവും സമയം വാതിലോർന്നപ്പോൾ വീണ്ടും പോയി കിടന്നു. വെള്ളം കിട്ടുമോ ചോദിച്ചു. വെള്ളം എടുത്തൊന്നു വന്നിട്ട് അങ്ങനെ പറഞ്ഞ് പൈപ്പത്തോളം ചൂടാക്കിയിട്ട് ഇവിടെ ചായ പറഞ്ഞ് ചൂടാക്കിയിട്ട് വെച്ചു. ഞാൻ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ റൂമിൽ ആകെ പോകാം. അതോ പയ്യില്ലേ ആകെ ഇൻഡക്ഷൻ കുറവ് പോയിന്നുകൊണ്ട് അവിടെ മൊത്തം ഞാൻ കാലെടുത്ത് വെച്ചപ്പോഴേക്കും ഫുള്ള് പ്രശ്നം അവിടെ. അവനോട് ഞാൻ പറഞ്ഞു ഓഫാക്കി മതി കുഴപ്പമില്ല പറഞ്ഞു. ഞാൻ ഓഫാക്കിയിട്ട് ഞാൻ പോകുന്നു. അപ്പോൾ ഒരു വാലടക്കാൻ വന്നു. വാലടക്കാണോ ഇനി ആൾക്കാർ വല്ല ദൂരത്തോണ്ടായിട്ട് ഇനി അടുത്ത പ്രശ്നം ഉണ്ടാണോ ഇനി. ഇവിടെ എന്തൊരു കാണാനുള്ളതുണ്ട്? നിങ്ങൾ ഇങ്ങനെ കാണാനുള്ളതല്ലേ? അപ്പൊ അങ്ങോട്ട് പോയി ഇങ്ങനെ ഇവിടെ എന്തേലും കാണാനുണ്ടോ എനിക്ക്? രാത്രി എന്തേലും രാത്രി കാണാൻ പറ്റിയ നല്ല ആൾക്കാരടുത്ത് ഞാൻ ചോദിക്കാൻ വന്നത് അതാണ്. എനിക്കറിയില്ല. ഇവിടെ തൊട്ടടുത്ത് വല്ലതും കാണാൻ പറ്റുന്ന അങ്ങനെ വല്ല മാർക്കറ്റുകളോ അങ്ങനത്തെ എന്തെങ്കിലും മാളിലേക്ക് പോണ്ട. മാള് കുറെ ഉണ്ടല്ലോ. അല്ല വല്ല ഇങ്ങനെ മറ്റേ ക്രൗഡായിട്ട് ഏരിയ ഫുഡിന്റെ സ്ഥലങ്ങൾ അങ്ങനത്തെ ഉണ്ടാവും. പെമ്പിളാരെ കാണാനല്ലേ ചോദിച്ചേ. ഞാൻ പറഞ്ഞത് അല്ല ഇവിടുന്ന് ഫുഡിന്റെ സ്ട്രീറ്റ് അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ? ഫുഡ് സ്ട്രീറ്റ് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഡിഒ പാട്ടിൽ കോളേജ് ചെയ്തിട്ടാ മെഡിക്കൽ കോളേജ് ഇവിടുന്ന് ദൂരമുണ്ട്. ഇവിടുന്ന് 4 കിലോമീറ്റർ. അവിടെ പോയി അവിടെ ഫുഡ് സ്ട്രീറ്റ് ഉണ്ട്. പിന്നെ എല്ലാം കിട്ടും. 10 രൂപ 20 രൂപ മുതൽ 10 രൂപയ്ക്ക് ചോറ് മുതൽ വടപ്പാവ് എല്ലാം. ഫുഡല്ല ഞാൻ രാത്രി കാണാൻ പറ്റുന്ന കാണാനുണ്ട്. പെമ്പിള്ളേരെല്ലാം ഉള്ള സ്ഥലം. സൈക്കിളോട്ടാൻ പറ്റില്ല. അവര് അവിടെ നിൽക്കണ്ടാവുന്നില്ല. ഇവിടെ ഇവരൊക്കെ വരെ 8 മണിയാകുമ്പോൾ പൂണിയാവുന്നു പണി. വലിയ ഇത് കാണണമെന്നുണ്ടെങ്കിൽ കുറച്ച് ദൂരം പോകണം. ഒരിച്ചിരി ദൂരം 10-20 കിലോമീറ്റർ പോകണം. ഇവിടുന്ന് ഞാൻ മുംബൈക്ക് പോണ റൂട്ടിലല്ലതുണ്ട്. പിന്നെ ലോനാവാല ഉണ്ട്. ലോനാവാല ഹിൽ സ്റ്റേഷൻ. പക്ഷെ ഇപ്പൊ കാണാൻ പറ്റിയ ടൈമാണ്. ചൂടുള്ള ടൈമല്ലേ അവിടെ അധികം കാണുന്നത് ഹിൽ സ്റ്റേഷൻ. ദൂരമുണ്ട്. 50-60 കിലോമീറ്റർ ഉണ്ട്. ഞാൻ പോണ വഴിയല്ലേ? പോണ വഴിയാണ്. ഞങ്ങളൊക്കെ ചെറുപ്പമില്ലേ? ഞങ്ങളൊക്കെ പ്രായമുണ്ടല്ലോ. നേരത്തെ 34 വയസ്സായിട്ടുള്ളൂ പറഞ്ഞിട്ട് 14 വയസ്സ് കല്യാണം കഴിക്കുന്നു. 18 വയസ്സായി. ാരില്ലേ? മൂത്ത കുറിച്ച് 4 വയസ്സുള്ള കുട്ടിയായിരുന്നല്ലേ? അങ്ങനെയല്ലേ? അങ്ങനെ ഇവിടുന്ന് തൊട്ടടുത്താണ് മറ്റേ എൻ്റെ കൂട്ടുകാരൻ ഷെഫീക്ക് പറഞ്ഞിട്ടുള്ള ഫ്ലാറ്റ്. അത് കാണുന്നതാണ്. അങ്ങോട്ട് പോവാ നേരെ. വണ്ടിയൊന്നും വന്നടിക്കാണ്ടിരുന്നാൽ മതി. വഴി ഇതാണ് സ്ഥലം. ത്രംബകേശ്വര നാലാമത്തെ ഫ്ലോറിൽ 301 നമ്പർ പറഞ്ഞത്. അങ്ങനെ ഫ്ലാറ്റിലെത്തിയില്ല, ലിഫ്റ്റിലെത്തി. 4ാമത്തെ ഫ്ലോർ പറഞ്ഞ. അതിൽ 7, 6 കണ്ടിട്ട് കുട്ടി വരുന്നുണ്ടാണോ? പോയി. അയ്യോ അയ്യ. മണി പവർ വുമൺ ഡ്രഗ്സ് എന്നിട്ട് പ്ലംബർ ഓർ പെയിൻറ്റർ കുറേ ഇതിച്ചിട്ടുള്ള 4ാമത്തെ നോക്കില്ല ആർട്ടി ഇത് ആവും. ലൈറ്റൊക്കെ വന്നിട്ടല്ലോ കളർഫുള്ളായിട്ട്. ഇതന്നെയല്ലേ റൂം? സുനിത. അതന്നെ ആണ് റൂം. റൂം അടഞ്ഞില്ല.
ബ്രോ ഞാനാ ക്ലാസ് തുടങ്ങി അല്ല ഇത് തുടങ്ങിയ ശരി ശരി ഓക്കെ ഞാൻ വെറുതെ അടിക്കറിയതാ ബോറടിച്ച് തുടങ്ങി ഇവിടെ നിന്നിട്ട് ഇനി ഇവിടത്തെ ലേറ്റ് ആയിട്ടാണ് ലൈറ്റൊക്കെ ഒന്ന് കളർ ചെയ്യില്ല റൂമൊക്കെ എത്തി സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് സെറ്റാണൊക്കെ പിള്ളേരെ വിളിച്ചിട്ട് വന്നതാ അവിടെ ടർഫിൽ കളിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് സമയം 10 മണിയായി പിന്നെ പ്രത്യേകിച്ച് പടിയൊന്നുമില്ലല്ലോ അത് കാരണം നേരെ പോകുന്നു പിള്ളേരെ കളി കണ്ടോ